ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരുവനിൽ ദൈവശക്തി പ്രകടമായാൽ അവനെ എപ്രകാരമാണ് ആ ദൈവശക്തി കൊണ്ടു നടക്കുന്നത്, അല്ലെങ്കിൽ അവനിൽ ആ ദൈവശക്തി എപ്രകാരമാണ് അത് പ്രകടമാകുന്നത് എന്നാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടു, ഒരു ഫ്ലൂട്ട് അല്ലെങ്കിൽ ഒരു പുല്ലാങ്കുഴൽ വായിക്കുമ്പോൾ അത് മനോഹരമാക്കുന്നത് അതിലൂടെ പുറത്തേക്ക് വരുന്ന ശബ്ദമാണ്. ആ ശബ്ദത്തിൻ്റെ മാധുര്യമാണ് ഒരുവൻ്റെ കേൾവിക്ക് ഇമ്പമുണ്ടാക്കുന്നത്. ഇത് ആ ചെടിയിൽ തന്നെ ഇരുന്നാൽ പ്രത്യേകിച്ച് ഒരു ഉപയോഗവും നമുക്ക് ലഭിക്കുന്നില്ല. മറിച്ച് ഒരുവൻ വന്ന് ആ ചെടിയിൽ നിന്ന് ആവശ്യമായ അളവിന് പാകത്തിന് അത് മുറിച്ചെടുക്കുകയും ആവശ്യമനുസരിച്ച് ദ്വാരങ്ങൾ സൃഷ്ടിച്ച് അതിലൂടെ ഊതുമ്പോൾ ഇമ്പമായ സ്വരം വരുത്തുകയും ചെയ്യുമ്പോഴാണ് ഈ ഒരു പുല്ലാങ്കുഴൽ അതിൻ്റേതായ സ്വാദും അല്ലെങ്കിൽ അതിൻ്റേതായ മാധുര്യവും പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ജീവിതം ഇതുപോലെ തന്നെയാണ്. നമ്മൾ ഒരു കാലത്ത് ഒരു മുള പോലെ ഇരുന്ന അവസ്ഥയുണ്ട്. ആർക്കും വേണ്ടാതെ മറ്റുള്ളവർ ഉപേക്ഷിച്ച അവസ്ഥ, മറ്റുള്ളവർ പരിഹസിച്ച അവസ്ഥ, പല അവസരങ്ങളിലും നമ്മെ നിന്ദിക്കപ്പെട്ട അവസ്ഥകളുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് വന്നപ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ തിരഞ്ഞെടുത്തപ്പോൾ, നമ്മളെ ആവശ്യാനുസരണത്തിന് രൂപപ്പെടുത്തിയപ്പോൾ നല്ലൊരു പുല്ലാങ്കുഴൽ പോലെ മാറ്റപ്പെട്ടു. അതുകൊണ്ടാണ് ഇന്ന് ഞാനും നിങ്ങളും ദൈവവചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും അടിയുറച്ച് നിൽക്കുകയും ചെയ്യുന്നത്. ഒരുവൻ്റെ ഉള്ളിലേക്ക് ദൈവവചനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തനം ചെയ്തില്ലെങ്കിൽ, ഞാനൊരു ചെറിയൊരു സാമ്പിൾ ഇതിലൂടെ തന്നെ കാണിച്ചു തരാം. വായിക്കാൻ അറിയാത്ത ഒരു വ്യക്തിയാണ് ഈ ഒരു പുല്ലാങ്കുഴൽ ലഭിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ഫ്ലൂട്ട് അവന് ലഭിക്കുകയാണെങ്കിൽ, അവന് വെറുതെ ഒരു ശബ്ദം മാത്രമേ, കാറ്റിൻ്റെ ശബ്ദം മാത്രമേ പുറപ്പെടുവിക്കാൻ സാധിക്കത്തുള്ളൂ. അതായത് ഇത്തരത്തിലുള്ള ചുമ്മാതരത്തിലുള്ള ചെറിയ ചെറിയ ശബ്ദങ്ങൾ ഒരു പാട്ടിൻ്റേതോ അല്ലെങ്കിൽ ഒരു സംഗീതത്തിൻ്റേതായോ ഒരു തരത്തിലും അവന് ഒരു ശബ്ദം പുറപ്പെടുവിക്കാൻ സാധിക്കത്തില്ല. കാരണം അവന് അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചോ അവൻ ഉപയോഗിക്കേണ്ട രീതിയെക്കുറിച്ചോ അറിയത്തില്ല. തൻ്റെ തന്നെ ശക്തിയിൽ ആശ്രയിക്കുമ്പോൾ ഈ ഒരു പുല്ലാങ്കുഴൽ അവന് ഭാരമായി തോന്നും, അവന് ഇതൊരു മുളം തണ്ടായി തോന്നും. എന്നാൽ ഇത് വായിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിക്ക്, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് ഇത് അവൻ്റെ ജീവിതം മാറ്റിമറിക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിൽ തന്നെ മാറ്റി നിർത്തിയവരുടെ മുൻപിൽ ഈ ഒരു പുല്ലാങ്കുഴൽ മുഖേന അവൻ ശ്രദ്ധ പിടിച്ചു പറ്റാൻ സാധിക്കും. ഹല്ലേലൂയ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്, ദൈവത്തിൻ്റെ ആത്മാവും നമ്മളിലേക്ക് കയറി വരുമ്പോൾ ഇതേ രീതി തന്നെയാണ് നമ്മളിലൂടെ പ്രവർത്തിക്കുന്നത്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, ദൈവവചനം നമ്മളിലൂടെ കടന്നു പോകുന്നത് എങ്ങനെയാണ്? നമ്മൾ ഒരു കാലത്ത് പാപത്തിൻ്റെ ചേറ്റിൽ കിടന്നവരാ, പാപത്തിൻ്റെ അടിമത്തത്തിൽ കിടന്നവരാ. എന്നാൽ ക്രിസ്തുവിൻ്റെ വിലയ്ക്ക് വാങ്ങപ്പെട്ട രക്തത്താൽ നമ്മൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, ആ വസ്തു, ആ രക്തം ഇന്ന് നമ്മളെ കഴുകി ശുദ്ധി ചെയ്തിട്ടുണ്ട്. ആ വചനത്തിൽ നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ട്, നമ്മളെ വീണ്ടെടുത്ത രക്തം നമ്മളെ ഇന്നും അനുദിനം കഴുകിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പാപത്തിലേക്ക് അല്ലെങ്കിൽ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകാത്തത്. കാരണം ഇന്ന് നമ്മൾ ഈ ലോകത്തിൻ്റെ വസ്തുവിലേക്ക് ഇറങ്ങിയാൽ, ലോകത്തോട് ചേർന്നിരുന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിനെ ക്രിയ ചെയ്യാൻ സാധിക്കാതെ വരും. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം പാപം എങ്ങനെ ശരീരത്തിൽ കയറുന്നു എന്ന് നമ്മൾ പഠിച്ചു. അതായത്, ഞാനൊരു പാപത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറയാം. ഒരിക്കലൊരു സയൻസ് ലാബിൽ ഒരു ശാസ്ത്രജ്ഞൻ ഒരു തവളയെ ഒരു വെള്ളത്തിലേക്ക്, തിളച്ച വെള്ളത്തിലേക്ക് പെട്ടെന്ന് ഇട്ടു. തിളച്ച വെള്ളമായതുകൊണ്ട് തന്നെ തൻ്റെ ശരീരത്തിലേറ്റ പൊള്ളൽ കാരണം ആ തവള പെട്ടെന്ന് തന്നെ ചാടി പുറത്തേക്ക് വന്നു. എന്നാൽ ശാസ്ത്രജ്ഞൻ വീണ്ടും മറ്റൊരു തവളയെ വീണ്ടും കൊണ്ടുവന്നു. അവൻ തണുത്ത വെള്ളത്തിലിട്ടപ്പോൾ ആ തവള സുഖമായിട്ട് അവിടെ തന്നെ കിടന്നു, ചാടി പോകാത്ത വിധത്തിൽ ആ വെള്ളത്തിൽ മുങ്ങി തന്നെ കിടന്നു. മറ്റുള്ള ജീവികളിൽ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് ആക്രമം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഏതൊരു തവളയും ചെയ്യുന്നത് പോലെ തന്നെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാതെ മുങ്ങി തന്നെ താഴേക്ക് കിടന്നു. എന്നാൽ ശാസ്ത്രജ്ഞൻ മറ്റൊരു കാര്യം ചെയ്തു. ഈ പാത്രമെടുത്ത് ഒരു തീയുടെ മുകളിൽ കൊണ്ടുവന്ന് വെച്ചു. പതുക്കെ പതുക്കെ ഈ പാത്രം ചൂടാവുകയും പിന്നീട് ഈ പാത്രത്തിലെ വെള്ളം ചൂടായി തുടങ്ങി. എന്നാൽ തവളയ്ക്ക് ഒരു ചിന്ത വന്നു, ഇത് എൻ്റെ ശരീരത്തിന് താങ്ങാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ചൂടാണ്. അങ്ങനെ ഈ തവള പതിയെ പതിയെ ഈ ചൂടിനെ ഇങ്ങനെ സഹിച്ച് അവസാനം ആ വെള്ളത്തിലങ്ങ് വെന്തു മരിച്ചു. ഇതിൽ നിന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നൊരു ആശയം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതുപോലെ പാപം നമ്മിൽ കയറി വരുന്നത് നമ്മൾ പോലും അറിയാതെയായിരിക്കും. നമുക്ക് താങ്ങാനാകുമെന്ന് കരുതുന്ന വിധത്തിലുള്ള ചെറിയ പാപങ്ങളായിരിക്കും നമ്മളെ മരണത്തിലേക്കും അല്ലെങ്കിൽ നമ്മളെ വലിയൊരു അടിമത്തത്തിലേക്ക്, സാത്താൻ്റെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുന്നത്.
ദൈവവചനത്തിൽ നിങ്ങൾ നിലനിന്നാൽ, ദൈവവചനത്തിൽ നിങ്ങൾ അടിയുറച്ചു നിന്നാൽ ദൈവം നിങ്ങളെ വഴി നടത്തും. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ അതിൻ്റെ 1-ാം അധ്യായത്തിൽ തന്നെ, സൃഷ്ടികർമ്മത്തിൽ തന്നെ ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ രൂപപ്പെടുത്തുകയും അതിനുശേഷം അവന് വേണ്ട ജീവശ്വാസം അവൻ്റെ നാസാരന്ധ്രങ്ങളിൽ ഊതി അവന് ജീവൻ കൊടുക്കുകയും ചെയ്തുവെന്ന് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാൻ സാധിക്കും. ദൈവമക്കളെ, ആദത്തിൻ്റെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ ചൈതന്യം ഇറങ്ങി വന്നപ്പോൾ, അവൻ ജീവനുള്ളവനായി, അവൻ ദൈവത്തിൻ്റെ ജ്ഞാനത്തിലും അറിവിലും വളർന്ന് അവൻ ഏദനിലെ സകല സ്ഥലത്തും നടന്നു. അതുകൊണ്ട് തന്നെ ഹൗവയെ സൃഷ്ടിച്ചപ്പോൾ അവന് മനസ്സിലായി, ഇത് എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും, അല്ലെങ്കിൽ തനിക്ക് ഭാര്യയായി അല്ലെങ്കിൽ തനിക്ക് തുണയായി നൽകുന്ന ദൈവം തന്നെ നൽകിയ ഒരു തുണയാണ് എന്ന് ദൈവത്തിൻ്റെ ആത്മാവിലൂടെ തന്നെ ബോധ്യമായി. ഇതേ രീതി തന്നെയാണ് നമ്മുടെ ഉള്ളിലേക്ക് ദൈവവചനം നമ്മിൽ കടന്നു വരുമ്പോൾ, നേരത്തെ നമ്മൾ കണ്ടു ഒരു സ്വരമാധുര്യം ഈ ഒരു പുല്ലാങ്കുഴലിലൂടെ പുറത്തു വന്നത്. ദൈവസ്വരം നമ്മളിലൂടെ ഒരു രീതി പറയുകയാണെങ്കിൽ ഇതൊരു ഞാനും നിങ്ങളുമാണ് എന്ന് വിചാരിക്കുക. ഇതിലൂടെ പുറത്തു വരുന്നത് ദൈവവചനമാണെങ്കിൽ നല്ല രീതിയിൽ ആദ്യം കണ്ടതുപോലെ മാധുര്യമേറിയ സ്വരമായിരിക്കും. എന്നാൽ പാപം നിറഞ്ഞൊരു ജീവിതമാണ് ഇതിലൂടെ പുറത്തു വരുന്നതെങ്കിൽ രണ്ടാമത് ഞാനൊരു വ്യത്യസ്തമായ രീതിയിലൊന്ന് ഊതി കാണിച്ചു. ആ ഒരു രീതിയിൽ തെറ്റായ രീതി അല്ലെങ്കിൽ ശരിയല്ലാത്ത ഒരു രീതി, രണ്ടും ഒന്ന് തന്നെയാണ്, പക്ഷേ രണ്ടിനും അർത്ഥതലങ്ങൾ വ്യത്യാസമുണ്ട്. തെറ്റായ രീതിയും ശരിയല്ലാത്ത രീതിയും, വായിക്കാൻ അറിയാത്തവൻ വായിക്കുമ്പോഴുള്ള മിസ്റ്റേക്കുകൾ പോലെ. അതായത് ദൈവവചനത്തിൽ നിലനിൽക്കുകയാണെങ്കിൽ അവൻ്റെ ഫുൾ കൺട്രോളും ദൈവമാണ് വഹിക്കുന്നത്. ഒരു ഫുൾ കൺട്രോൾ ദൈവത്തിന് നൽകുക എന്ന് പറഞ്ഞാൽ അവനെ തന്നെ സമർപ്പിച്ചു. ഇന്ന് ദൈവത്തിൻ്റെ ആവശ്യം പലരിലും പോലും ഇല്ലാതാകുന്ന തരത്തിലാണ് പുതിയ തലമുറ പോലും വളരുന്നത്. എന്നാൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ബൈബിളിൽ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേലിനെ കാണാൻ ഇതാ ഹബക്കുക്കിനെ മറ്റൊരു ദേശത്ത് നിന്ന് ദൂതൻ മുടിക്കുത്തിന് പിടിച്ച് ഇതാ ആകാശത്തിലൂടെ പറത്തിക്കൊണ്ടുവന്ന് അവന് ഭക്ഷണം നൽകുന്നത് കാണാം. അതായത് ഒരു ദൈവത്തിൻ്റെ ദാസൻ അല്ലെങ്കിൽ ഒരു ദൈവഭക്തൻ പട്ടിണി കിടക്കുമ്പോൾ അല്ലെങ്കിൽ അവൻ ദുരിതം അനുഭവിക്കുമ്പോൾ അവൻ്റെ മുൻപിലേക്ക് ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് അവന് വേണ്ട ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു ദൈവത്തെ നമുക്കവിടെ കാണാൻ സാധിക്കും. എന്നാൽ പുതിയ നിയമത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് അപ്പോസ്തലന്മാരെയും ശിഷ്യന്മാരെയും എല്ലാം കാണാൻ സാധിക്കും. ദൈവത്തെ വിശ്വസിച്ചവർ അവർ ദൈവത്തിന് വേണ്ടി സകലതും ചെയ്യാനിടയായി, അല്ലെങ്കിൽ ദൈവത്തിന് തൻ്റെ തന്നെ കൺട്രോൾ തന്നെ വിട്ടുകൊടുക്കാൻ അവർ ശ്രമിച്ചപ്പോൾ ദൈവം അവരെ ഒത്തിരിയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യാൻ ദൈവം ഇടയാക്കി. അപ്പോസ്തലനായ പൗലോസ് ഇതാ തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിച്ചതിന് ശേഷം ഇതാ ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ ഇതാ ദൈവവചനം പറയുന്നുണ്ട്, ഇതാ ഞാൻ ജീവിക്കുന്നെങ്കിൽ അത് ക്രിസ്തുവിന് വേണ്ടിയാണ്, ഞാൻ മരിക്കുന്നതെങ്കിലോ അതും ക്രിസ്തുവിന് വേണ്ടിയാണ്, ജീവനും മരണവും അത് എനിക്ക് ക്രിസ്തുവാണ്. ഡു ഓർ ഡൈ ഫോർ ജീസസ്. നിങ്ങളുടെ ജീവിതത്തിലും ഇതൊരു മാതൃകയാണ്. ഞാൻ ജീവിക്കുന്നതെങ്കിൽ അത് ക്രിസ്തുവിന് വേണ്ടിയാണ്, മരിക്കുന്നതെങ്കിലോ അതും ക്രിസ്തുവിന് വേണ്ടിയായിരിക്കണം. കാരണം മറ്റ് അനേക ശിഷ്യന്മാർ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ജനതകൾക്ക് നൽകാത്ത ഒരു ഭാഗ്യമാണ് ദൈവം മക്കളാകാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. തന്നെ വിശ്വസിച്ചവർക്ക് തൻ്റെ മക്കളാകാൻ കഴിവ് നൽകി എന്നാണ് ദൈവവചനം പറയുന്നത്. ഇന്ന് വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ തൻ്റെ മാധുര്യമേറിയ സ്വരം നമുക്ക് കേൾക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ദൈവവചനം കേൾക്കുകയും ദൈവവചനം അനുസരിക്കുകയും ദൈവത്തെ അടുത്തറിയുകയും ദൈവത്തിലായിരിക്കുകയും ചെയ്താൽ അവൻ ഒരു വിശുദ്ധ പദവിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഭൂമിയിലായിരിക്കുമ്പോൾ കഷ്ടതകൾ വരും. കഷ്ടതകൾ ഇല്ലാതെ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കുമെന്ന് ഒരു ബൈബിളിലും പറയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ബൈബിളിൽ ഏതൊരു സുവിശേഷവും ഏതൊരു പുസ്തകവും ഏതൊരു പ്രവചന ഗ്രന്ഥവും എടുത്ത് നീ വായിച്ചു നോക്കിയാലും അവിടെ കഷ്ടതകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും സഹിക്കാത്ത ഒരു വ്യക്തിയെ പോലും നിനക്ക് കാണാൻ സാധിക്കത്തില്ല. തൻ്റെ ആത്മീയ ജീവിതം അല്ലെങ്കിൽ ഒരു വിശ്വാസി തൻ്റെ ആത്മീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവന് പ്രശ്നങ്ങൾ വരും, പ്രലോഭനങ്ങൾ വരും, പാപ സാഹചര്യങ്ങൾ വരും. എന്നാൽ ജോസഫിനെ പോലെ നീ മാറി നിന്നാൽ ദൈവം നിന്നെ അതിനേക്കാൾ ഉപരിയായ സ്ഥാനത്തേക്ക് നിരോധിക്കും. തൻ്റെ വിശ്വാസത്തിലും തൻ്റെ പ്രാർത്ഥനയിലും തൻ്റെ ദൈവത്തോടുള്ള ഭക്തി അവൻ പൂർത്തിയാകാൻ വേണ്ടി സകല തിന്മയും തനിക്കുള്ള സകലത്തെയും ഉപേക്ഷിക്കാൻ പോലും, തൻ്റെ സഹോദരങ്ങൾ തന്നെ ഉപേക്ഷിച്ചപ്പോഴും തൻ്റെ മാതാപിതാക്കൾ തന്നെ ഉപേക്ഷിച്ചപ്പോഴും ദൈവത്തെ പോലും പഴിചാരാതെ അത് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്, അത് എന്നിൽ നടക്കാനിരിക്കുന്ന ഒരു പ്രവൃത്തിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ജോസഫ് എടുത്തൊരു തീരുമാനമുണ്ട്. അത് ഫറവോൻ്റെ മുന്നിലേക്ക് വന്നപ്പോൾ ആ ഒരു രാജ്യത്തിൻ്റെ ഫറവോയുടെ തൊട്ട് കീഴിലുള്ള ഒരു അധികാരം അവന് ലഭിക്കപ്പെട്ടു.
ഇന്ന് നമുക്കും അതേ രീതിയിലുള്ളൊരു അധികാരത്തിൻ്റെ കൈമാറ്റം നമ്മുടെ ജീവിതത്തിൽ നൽകപ്പെടും. എന്നാൽ നീ വിശ്വസിക്കുന്നുവോ, നീ വിശ്വാസിയായി ഉറച്ചു നിൽക്കുന്നുവോ, നിൻ്റെ മുൻപിൽ വരുന്ന പ്രലോഭനങ്ങളും നിൻ്റെ മുൻപിൽ വരുന്ന പ്രശ്നങ്ങളും നീ ഫേസ് ചെയ്യുന്ന ഓരോ പ്രോബ്ലംസും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിനക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. നിൻ്റെ മുൻപിലേക്ക് വരുന്ന പ്രശ്നത്തെ നീ നിൻ്റെ കരബലത്തിൽ ആശ്രയിക്കുമ്പോഴാണ് നിനക്കൊരു ദൈവപ്രവൃത്തി അവിടെ കാണാൻ സാധിക്കാത്തത്. മറിച്ച് നമ്മൾ ഓരോരുത്തരും നമ്മുടെ കരബലത്തെ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയെയും ചിന്തകളെയും എല്ലാം ഉപേക്ഷിച്ച് അല്ലെങ്കിൽ മാറ്റി നിർത്തി ഇത് ദൈവത്തിന് സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് ബാക്കി ദൈവം നോക്കിക്കൊള്ളും. കാരണം സർവശക്തനായ ദൈവം നമ്മുടെ ഈ ചെറിയ പ്രശ്നത്തെയോ ഈ ചെറിയ പ്രയാസത്തെയോ എടുത്തു മാറ്റാൻ പറ്റാത്ത ആളാണോ എന്നാണോ നീ ചിന്തിക്കുന്നത്? ദൈവമക്കളെ, നിങ്ങൾ നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കാൻ ഇടയായാൽ ദൈവത്തിന് നിങ്ങളെ ഏറ്റെടുക്കാൻ ഒത്തിരിയേറെ എളുപ്പമായിരിക്കും. മാർഗത്തിൻ്റെയോ ലോകത്തിൻ്റെയോ തിന്മയിൽ നിൽക്കുകയാണെങ്കിൽ ദൈവവചനം പറയുന്നത് പോലെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകെ പോയിട്ടില്ല, കേൾക്കാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്നും മറച്ചിരിക്കുന്നു. അതിനാൽ അവിടുന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. ഇന്ന് നീ മനസ്സിലാക്കിയോ നിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്താത്തതിൻ്റെ കാരണം? ദൈവവചനത്തിൽ നമ്മൾ കണ്ടതുപോലെ അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും മറ്റു സുവിശേഷകരെയും പോലെ അവരെ തന്നെ വിട്ടുകൊടുത്തപ്പോൾ അവരിലേക്ക് ദൈവ ചൈതന്യം ഇറങ്ങി വന്ന് അവരെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലേക്ക് ദൈവം അവരുടെ ശരീരത്തെ മാറ്റി. ഇന്ന് ഞാനും നിങ്ങളും എൻ്റെയും നിങ്ങളുടെയും ശരീരം ദൈവത്തിന് വിട്ടുകൊടുക്കുകയാണെങ്കിൽ ദൈവം നമ്മളെ പൂർണ്ണ ഹൃദയത്തോടെ ഏറ്റെടുത്ത് ദൈവവേലയ്ക്കായിട്ട് നമ്മളെ തന്നെ ഇറക്കും. ഹല്ലേലൂയ. ഒരുങ്ങിയിരിക്കുവിൻ, പൂർത്തിയാകാനുള്ളതെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. വരാനുള്ളവൻ വരിക തന്നെ ചെയ്യും. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.